ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിന്റെ വേൾഡ് കപ്പ് ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഇന്നലെ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നു. ഏതാണ്ട് വേൾഡ് കപ്പ് സ്ക്വാഡിനെ താൻ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളത് ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 4 സ്പോട്ടുകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. പല താരങ്ങളുടെയും കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതും കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും 21 താരങ്ങളെ കാർലോ ആഞ്ചലോട്ടി ഇതിനോടകം തന്നെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് പ്രമുഖ മാധ്യമമായ എസ്റ്റഡാവോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ 21 താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർമാരായിക്കൊണ്ട് ആലിസൺ, എഡേഴ്സൺ, ബെൻഡോ എന്നിവരായിരിക്കും വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാവുക. ഡിഫൻഡർമാരായിക്കൊണ്ട് മാർക്കീഞ്ഞോസ്, ഗബ്രിയേൽ മഗല്ലസ്, ഡാനിലോ, എഡർ മിലിറ്റാവോ എന്നിവർ ഉണ്ടാകും. ഫുൾബാക്കുമാരായിക്കൊണ്ട് വെസ്ലി, ഡഗ്ലസ് സാന്റോസ്, അലക്സാൻഡ്രോ എന്നിവരായിരിക്കും. അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് കാസമിറോ, ബ്രൂണോ ഗിമറസ്, ഫാബിഞ്ഞോ, ആന്ദ്രേ സാന്റോസ് എന്നിവരായിരിക്കും. മുന്നേറ്റ നിരയിൽ വിനീഷ്യസ് ജൂനിയർ, എസ്റ്റവായോ വില്യൻ, റഫീഞ്ഞ, ലൂയിസ് ഹെൻറിക്കെ, ഗബ്രിയേൽ മാർട്ടിനെല്ലി, ജാവോ പെഡ്രോ, മാത്യൂസ് കുഞ്ഞ, ഈ താരങ്ങളൊക്കെ ഇപ്പോൾ ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ 21 താരങ്ങൾക്ക് ഇപ്പോൾ സ്ഥാനം ഉറപ്പാണ്. 22ാമത്തെ താരമായിക്കൊണ്ട് നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. പിന്നീട് 4 സ്പോട്ടുകൾ അവിടെ ബാക്കിയുണ്ട്. അത് കാർലോ ആഞ്ചലോട്ടി സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ആരാധകർ എല്ലാവരും ഉറ്റുനോക്കുന്നത് നെയ്മർ ജൂനിയറുടെ കാര്യത്തിലേക്കാണ്. അദ്ദേഹത്തെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ഇപ്പോൾ ബ്രസീലിൽ നിന്നും ശക്തമായി ഉയരുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.